നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കണമെങ്കിൽ ഇതെല്ലാം വേണ്ടേ? GST ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്കൊരു ലോൺ കിട്ടുള്ളൂ ബാങ്കിൽ നിന്ന്. അല്ല, GST കൂടെ നമുക്ക് സിവിൽ സ്കോർ മിനിമം 750 ഉണ്ടെങ്കിൽ മാത്രം ആണ് ലോണിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് എല്ലാവരും ഇതെല്ലാം റെഡിയാക്കും, അവസാനത്തെ മൊമെൻറ്റിലാണ് നമ്മൾ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എടുത്ത പണിയും സമയവും എല്ലാം നമുക്ക് നഷ്ടവും നിരാശയാവും. ഈ സിവിൽ സ്കോർ ശരിക്ക് നല്ലത് വേണമെങ്കിൽ എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു സംശയം, പല ആൾക്കാർക്ക് ഒരു സംശയം പോലെ, നമ്മൾ ലോൺ ഒന്നും എടുക്കാതിരിക്കുന്ന ആളുകൾക്കാണോ അതോ ലോൺ എപ്പോഴും എടുത്ത് ആ ലോൺ പ്രോപ്പർലി തിരിച്ചടയ്ക്കുന്ന ആൾക്കാണോ? ആർക്കാണ് സിവിൽ സ്കോർ കൂടുതലുണ്ടാവുന്നത്? എപ്പോഴും ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുന്ന, അതായത് സാമ്പത്തിക സംവിധാനം, ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അതിൻ്റെ സ്ട്രാറ്റജിയും അതിൻ്റെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിൽ നമ്മുടെ മിടുക്കാണ് സിവിൽ സ്കോർ. അപ്പോൾ ലോൺ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇല്ല, ഡെഡായിരുന്നാൽ നമുക്ക് സിവിൽ സ്കോർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 800-900 ആളുകളുണ്ട്, അവരൊക്കെ സ്ഥിരം ബാങ്കുമായിട്ട് ഡീൽ ചെയ്തു, എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം നോക്കിയിട്ടാണ്, അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടാണ് ശരിക്കും. അപ്പോൾ ലോണ് എടുക്കാതിരുന്നുകൊണ്ട് സിവിൽ സ്കോർ കൂടണമെന്നൊന്നുമില്ല. നമ്മൾ ലോൺ എടുക്കും വേണം, തിരിച്ച് പ്രോപ്പർലി അടയ്ക്കും വേണം. അങ്ങനെയുള്ളവർക്കാണ് സിവിൽ സ്കോർ. പണം കൊണ്ട് പണം ഉണ്ടാക്കലാണ് ബിസിനസ്. അതിൽ നമുക്ക് എത്ര കഴിവുണ്ട് അത് അളക്കുന്നതാണ് സിവിൽ സ്കോർ. അങ്ങനെയുള്ളവർക്കാണ് ലോൺ കൊടുക്കേണ്ടത്. നല്ല സിവിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കുകാർ വിളിച്ച് ഇങ്ങോട്ട് വരും. ഈ മുദ്ര ലോൺ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ നമ്മുടെ ഈ മോദി ഗവൺമെന്റ് വന്ന ശേഷം തുടങ്ങിയ ഒരു ഇതാണല്ലോ. എനിക്ക് തോന്നുന്നു 10 ലക്ഷം ആണ് നിങ്ങളുടെ പ്രൊജക്റ്റെങ്കിൽ അതിലെ 70% അല്ലെ, ഇപ്പോൾ 10 ലക്ഷം പ്രൊജക്റ്റിൽ 7 ലക്ഷം വരെ തരും. അങ്ങനെയാണ് ആ മുദ്ര ലോൺ ഇപ്പോഴും പ്രോപ്പർ. അതിന്റെ പല അതിനെ കുറിച്ചുള്ള പരാതികൾ കേൾക്കുന്നത്, തുടക്കകാലത്ത് മുദ്ര ലോൺ ഒരുപാട് കൊടുത്തിരുന്നു. ഇപ്പോൾ ബാങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേരും റിജക്റ്റ് ആവാണ്. എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് മുദ്ര ലോൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണത്? മുദ്ര ലോൺ സത്യത്തിൽ നമുക്ക് വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്ത് ബാങ്കുകളെ സമീപിക്കുമ്പോഴും ഒക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതിനൊരു ക്ലിയറൻസ് ആയിരുന്നു. തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല അധികം ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആളുകളാണ് ആപ്ലിക്കേഷൻ വരുന്നത്. ബാങ്കുകളുടെ കോട്ട ഉണ്ടാവും ഓരോ മാസവും, അത് തന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തുടക്കത്തിൽ എല്ലാവരും കിട്ടിയിരുന്നു. പിന്നെ ജനങ്ങളുടെ ഒരു ഐഡിയൽ അധികവും ഇതെല്ലാം ഒരു അവകാശമായിട്ടാണ്. ഗവൺമെൻറ് ഞങ്ങൾക്ക് കാശ് തരണം ഫ്രീ ആയിട്ട്, ഞങ്ങളെല്ലാം പൗരന്മാരാണ്, അങ്ങനെ അത് തിരിച്ചടയ്ക്കണ്ട എന്നുള്ളതും മിഥ്യാധാരണ. പിന്നെ ഈ പൊളിറ്റിക്കൽ ആളുകളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസും, നിങ്ങളത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇതിനു മുമ്പ് കുറേ പെൻഡിങ് വന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും അതൊരു ബാധ്യത തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവരിപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്ട്രിക്റ്റാക്കി. ഇപ്പോൾ അതുകൊണ്ട് ഇമ്പേഴ്സ്മെൻറ്റ് മോഡലിലേക്ക് മൊത്തം മുദ്ര ലോണിനെ കൺവേർട്ട് ചെയ്തു. സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കാശ് തരും. നമുക്കിപ്പോൾ ഒരു മാനുഫാക്ചർ ആണെങ്കിൽ ഫർണിച്ചർ അല്ല, അതിൻ്റെ ഒരു മെഷീൻസ് മേടിക്കുകയാണെങ്കിൽ അതിനുള്ള ബില്ലോ എന്തെങ്കിലും സമർപ്പിച്ചാൽ ആ പൈസ തരും. സമർപ്പിച്ചാൽ ആ പൈസ തരും. കാരണം ഈ പറഞ്ഞ പണത്തെ ഉണ്ടാക്കണം. ഇപ്പം മെഷീനറി മേടിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ആ മെഷീനറി അവർക്കായിരിക്കും പൈസ കൊടുക്കണം, നമുക്കായിരിക്കും. കൊട്ടേഷൻ വെക്കും, ആ കൊട്ടേഷൻ കമ്പനിക്കാർക്കായിരിക്കും പൈസ കൊടുക്കുക. ഒരു 20% താഴെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അത് നമ്മൾ ബാങ്കുമായിട്ട് ഇതിനു മുമ്പുള്ള ഡീല് എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. ഈ മറ്റ് ലോണുകളും മുദ്ര ലോണും തമ്മിലുള്ള ഒരു വ്യത്യാസം, അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമ്മളിപ്പോൾ 7 ലക്ഷം രൂപ എനിക്ക് ബാങ്ക് തന്നാൽ എത്രയോ മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചടച്ചു തുടങ്ങിയത്, അതും അതിൻ്റെ പലിശ കുറവാണ്. എന്താണ് അതിൻ്റെ ഒരു? അങ്ങനെയില്ല, ഇതിന് പിറ്റേ മാസം മുതൽ നമ്മൾ അടച്ചു തുടങ്ങണം. എന്താണ് അപ്പോൾ കമ്പാരിറ്റീവ്ലി ഗുണങ്ങൾ എന്തൊക്കെയാണ്? പലിശ കുറവാണോ? ഇതിന് കൊളാട്രൽ ഫ്രീ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. 10 ലക്ഷം രൂപ വരെ. ഓ ഓ ഓ അപ്പോൾ എന്താണ് സമർപ്പിക്കുന്നത്? നമ്മൾ ആ പ്രൊജക്റ്റാണ് ശരിക്കും അതിന് ബാങ്കിന് കൊളാട്രലായിട്ട് കൊടുക്കുന്നത്. അതായത് മറ്റേതുപോലെ നമ്മൾ വീടിന്റെ ആധാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കണ്ട. പിന്നെ പ്രായം എനിക്ക് 40 വയസ്സ് വരെ കിട്ടുള്ളൂ അല്ല, അങ്ങനെ എന്തോ? ലോൺ അടവ് 70 വയസ്സിന് മുമ്പ് തീരണം. അതാണ് ശരിക്കും ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് ഒരു കണക്ക്. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു മുദ്ര ലോൺ കൊടുക്കുന്ന ചെറുപ്പക്കാർ 40 താഴെയുള്ളവർക്കല്ലേ ഉള്ളൂ, അങ്ങനെയല്ലേ ഉള്ളൂ? 50 വയസ്സ് 60 വയസ്സ് വരെ കൊടുക്കുന്നുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ആ ബാങ്കുകാർ പലതും പല രീതിയിൽ പറയുന്നത്. അവരൊരു ഉറപ്പുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം വെച്ചിട്ടില്ലേ പ്രായത്തിന് ഇത് വെച്ച്? ഗവൺമെന്റ് നിയമത്തിൽ 70 വയസ്സിന് മുമ്പ് ലോൺ അടച്ചു തീരാനുള്ള പ്രായം ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നാണ്. ഓ, അപ്പൊ 40 എന്ന് പറയുന്ന ഒരു സാധനം ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് ഒരു മൊത്തത്തിലുള്ള ഒരു പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ബാങ്കുകാർ അങ്ങനെ അസസ്മെന്റിലേക്ക് എത്തിപ്പെടാൻ നിർബന്ധിതനാവുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് പേര് തിരിച്ചടയ്ക്കാതെ ബാങ്കുകാർ. അതായത് നമ്മൾ പറയാറില്ലേ, മുമ്പ് ചെയ്തു വെച്ചവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളത് അനുഭവിക്കണമെന്ന്.
മുമ്പ് ഒത്തിരി ആളുകൾ അങ്ങനെ ഇതെല്ലാം ബാങ്ക് ലോൺ എടുത്ത് മനഃപൂർവ്വമായിട്ട് ഇപ്പോൾ മകളുടെ കല്യാണം വരുന്നു, വീടൊന്ന് പുതുക്കി പണിയണം, അപ്പോൾ അതിനൊക്കെ ഒരു പ്രൊജക്റ്റൊക്കെ വെച്ചു കാശുണ്ടാക്കി കാശ് മേടിച്ചു, പിന്നെ തിരിച്ചടവ് കൈമടത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം ബാങ്കിൻ്റെ പണമാണ്, ബാങ്കും ബിസിനസ്സിന് വേണ്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ മുൻകാലങ്ങൾ ചെയ്ത് വെച്ചതിൻ്റെ പരിണിത ഫലമായി ഇതിനെ വീണ്ടും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില നിയമങ്ങൾ കടുപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 20 ലക്ഷം രൂപ വരെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ആദ്യമേ 20 ലക്ഷം കൊടുക്കുന്നില്ല. നിലവിൽ 10 ലക്ഷം എടുത്ത് അത് ക്ലിയർ ആണെന്ന് ഉറപ്പ് വന്ന കസ്റ്റമേഴ്സിന് വീണ്ടും ബാങ്ക് ഒരു എക്സ്റ്റൻഷനായിട്ട് 10 ലക്ഷം രൂപ കൂടി കൊടുക്കും. അങ്ങനെയാണ് മുദ്രയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. 12% വരെയാണ് അതിനൊരു പലിശ നിരക്ക്. 12% വരെ എടുക്കാം. 9 മുതൽ 12% വരെ പലിശ ഉണ്ട് മുദ്രയ്ക്ക് പലിശ ഉണ്ട്. സബ്സിഡി ഒന്നുമില്ല ഈ ലോണിന്. അപ്പോൾ ഒരു ആകെ ഉള്ളത് കൊളാട്രൽ ഫ്രീ ആയിട്ട് പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്. പലിശ കൂടുതലാണോ ഇതിന്? മുദ്ര ലോണിന് പലിശ കൂടുതലാണോ? 9-12 എല്ലാത്തിൻ്റെയും ഒരു പലിശ നിരക്ക്. അതിൽ ഏതാണെന്നുള്ളത് അതായത് ബാങ്കുകളാണ് തീരുമാനിക്കുക. അപ്പോൾ ഇതേപോലെ ഈ മുദ്ര ലോൺ വേണോ റിജക്ട് ചെയ്യണോ എന്ന് ബാങ്കിന് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ചോദ്യം ചെയ്യാൻ, ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം ഞാനൊരു ഇതിന് അപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ട് എനിക്ക് ഇന്ന ബാങ്കിൽ മുദ്ര ലോൺ എന്നെ റിജക്ട് ചെയ്താൽ എനിക്ക് വേറെ രീതിയിൽ ഗവൺമെന്റിൽ ഏതെങ്കിലും ഇത് പരാതിപ്പെടാൻ പറ്റുമോ? ഞാൻ അർഹനാണെന്ന് കളക്ടറേറ്റിൽ നമുക്ക് പരാതിപ്പെടാം. ഓരോ ജില്ലയിലും കളക്ടറുടെ അണ്ടറിൽ ഇത്തരത്തിലുള്ള പരാതികൾ സ്വീകരിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ അർഹനാണ്, ജെന്യൂനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ ബാങ്കുകാരും അവിടെ മറുപടി പറയണം. ഓരോ ജില്ലയിലും ഒരു നോഡൽ ബാങ്ക് ഉണ്ടാവും. എറണാകുളം ജില്ലയിൽ യൂണിയൻ ബാങ്കാണ് നോഡൽ ബാങ്ക്. വടക്കോട്ടുള്ള 7 ജില്ലകൾക്ക്, അങ്ങോട്ട് കാനറ ബാങ്ക്. അങ്ങനെയാണ്. അപ്പോൾ പ്രൈവറ്റ് ബാങ്ക് എല്ലാ ബാങ്കിലും കിട്ടും. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്ക്സിന് മാത്രമേ ഉള്ളൂ? ഇപ്പം നിലവിൽ മുദ്ര കൊടുക്കുന്നത് SBI, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഈ 3 ബാങ്കുകളാണ് മുദ്ര ലോൺ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല? ഇല്ല. ഓക്കെ. അത് ബാങ്കുകാർ തീരുമാനിക്കുന്നതാണോ? അപ്പോൾ അവർക്ക് തീരുമാനിക്കാൻ പറ്റും? തീരുമാനിക്കാൻ പറ്റും. അവർക്ക് തീരുമാനിക്കാം, അല്ലാതെ ഗവൺമെന്റിന് പ്രഷർ കൊടുക്കാൻ പറ്റില്ല. ഒരു ബാങ്കിന് അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഇതൊരു പാക്കേജാണ്. അവരുടെ ബിസിനസ് ഇത് വെച്ച് വർദ്ധിപ്പിക്കണം, ആ ബാങ്കുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അധികം ആളുകൾ വലിയ കോർപ്പറേറ്റ് ലോണുകളാണ് പല ബാങ്കുകളും കൊടുക്കുന്നത്. ചെറിയ ഇത്തരത്തിലുള്ള ലോണുകൾ കൊടുക്കില്ല. 1000 കോടി 10,000 കോടിയൊക്കെ ഒന്നിച്ച് കൊടുക്കുന്ന സംവിധാനത്തിലേക്കാണ്. ബാക്കിയെല്ലാം ഗോൾഡ് പണയവും അത് വസ്തു പണയവും അങ്ങനെയുള്ള അവർക്ക് ഇൻകം കിട്ടുന്ന ബിസിനസ്സാണ് മറ്റുള്ള ബാങ്കുകൾ ചെയ്യുന്നത്. ഈ അടുത്തൊരു കാര്യം വെച്ചാൽ ഇപ്പം ഞാനൊരു മുദ്ര ലോൺ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ എനിക്ക് പ്രൊജക്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളെ അല്ല. പക്ഷെ അതൊരു പ്രശ്നമല്ല. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾക്കല്ലേ ഇവർ കൊടുക്കുള്ളൂ. ഞാൻ അങ്ങനെ ഒരിക്കലും കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഒരു മുദ്ര ലോൺ ഒരിക്കൽ ചെന്നപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെ 2 വർഷത്തെ എന്തോ IT റിട്ടേൺ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമാണോ? ഇപ്പോഴും അത് ആവശ്യമാണോ? അത് ആവശ്യപ്പെട്ട് നമ്മൾ കൊടുക്കണം. കമ്പൾസറി ഇല്ല. അത് നമ്മുടെ ഒരു ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എന്തെങ്കിലും തരത്തിൽ പഠിക്കണമല്ലോ. പഠിക്കാനുള്ള ഒരു എന്തെങ്കിലും ടൂൾ നമുക്ക് കൊടുക്കണം അവർക്ക്. ഒന്നല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ITR ഫയലിംഗ് ആയിരിക്കും. നമ്മളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് അതിനെ കൂട്ടിയാൽ മതി. പിന്നെ വൺസ് ഞാനൊരു ബിസിനസ് മുമ്പ് ചെയ്ത് പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അത് പൂട്ടി കിട്ടിയ ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ഒരു മുദ്ര ലോണ് മുദ്ര എടുത്ത വഴിയായിരിക്കില്ല, വേറെ വല്ല രീതിയിൽ ബിസിനസ് തുടങ്ങി പൊളിഞ്ഞു പോയതായിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് മുദ്ര ലോൺ കിട്ടാനുള്ള അങ്ങനെ ഒരു ഹിസ്റ്ററി നോക്കുന്നുണ്ട് ഗവൺമെന്റ്? ഒരു ഹിസ്റ്ററി നോക്കുമോ? അത് ശരിക്കും ഇപ്പോൾ ലോൺ എടുക്കാൻ വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇതിനു മുമ്പ് നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വിഷയമല്ല. കാരണം ബാങ്കുകാർ കാണുന്നത് ഇയാൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഫ്രഷേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ അന്ന് എന്തൊക്കെയാണോ പറ്റിയത് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും എന്നുള്ളൊരു ഉറപ്പും ഗൈഡൻസ് വരെ അവർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപോകുന്നത്. അങ്ങനെയാണ്. പിന്നെ ഒരു തവണ ഒരിക്കലല്ലേ കിട്ടുള്ളൂ ലൈഫിൽ? ഒറ്റ തവണയല്ലേ മുദ്ര ലോൺ കിട്ടുള്ളൂ? അതെ. ഒരൊറ്റ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. ഒറ്റ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നിലവിലുള്ളത്. കാരണം അങ്ങനെ രണ്ടാമത് എടുത്തവരുടെ എണ്ണം കുറവാണ്. അത് തന്നെ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരും ഇത് ഇട്ട് ഉപേക്ഷിക്കാൻ പോകുന്ന ആണ് അവസ്ഥ വരുന്നത്. പിന്നെ അടുത്തൊരു മേലെ സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ 20 ലക്ഷം വരെയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് 1 കോടി രൂപയാണ് ആവശ്യമുള്ളത്. 5 പേര് കൂടി ഇതിപ്പോൾ എല്ലാം പ്രൊപ്പറേറ്റർഷിപ്പ് ഒരാ വ്യക്തിക്കല്ലേ കൊടുക്കുന്നത്, മുദ്ര ലോൺ കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്ന് ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പും അതൊക്കെ ആണെങ്കിൽ 5 പേർക്കും കൂടി 20 ലക്ഷം തുടങ്ങി അങ്ങനെ 1 കോടി സ്വരൂപിക്കാൻ പറ്റുമോ? അങ്ങനെ സാധിക്കില്ല. 5 പേർക്ക് 5 യൂണിറ്റ് നിങ്ങൾ സെപ്പറേറ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങിയിട്ട് 5 ബിസിനസ് ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. 5 പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം.
എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ പല അഗ്രിമെൻറ്റും വെച്ചിട്ട് അത് വേറെ അഗ്രിമെന്റ് വെക്കുക, അത് വക്കീലുമായിട്ട് വേറെ അഗ്രിമെന്റ് വെക്കുക. ബിസിനസ് അഗ്രിമെൻറ്റ് ഡീൽ ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ പ്രൊപ്പറേറ്റർഷിപ്പിനും സെപ്പറേറ്റ് പാൻ ഉണ്ട്, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേറെ മുദ്ര ലോൺ നമുക്ക് അപ്ലൈ ചെയ്യാം. മുദ്ര ഒരു വ്യക്തിക്ക് പ്രൊപ്പറേറ്റർക്കാണ് കൊടുക്കുന്നത്, പാർട്ട്ണർഷിപ്പിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ അങ്ങനെയല്ല കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്നിട്ടല്ല കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്നാൽ അതിന് നമുക്ക് പുതിയൊരു ബിസിനസ് വരുന്നു, ആ ബിസിനസ് പേര് ഒരു ബ്രാൻഡും വരുന്നു, ആ ബ്രാൻഡിനാണ് കൊടുക്കുന്നത്, അതിനാണ് കൊടുക്കുന്നത്, ആ ബിസിനസ്സിനാണ് കൊടുക്കുന്നത്. അതിനാണ് 20 ലക്ഷം രൂപ കൊടുക്കുന്നത്. 20 ലക്ഷം രൂപ. അതെ.